പി കെ ശ്രീമതി ടീച്ചർ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നു. ടീച്ചറെ, നമ്മൾ ഈ പ്രിയദർശിനി പദ്ധതിയൊക്കെ വരുമ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു അന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷം പോലും ഒരു എതിർപ്പും പറഞ്ഞില്ല, കൈകൊട്ടി സ്വീകരിച്ചതാണ്. നമ്മുടെ അമ്മമാരാണ്, പെങ്ങന്മാരാണ്, സഹോദരിമാരാണ് എന്ന് ഇതേ മുഖ്യമന്ത്രി നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്നിപ്പോൾ ഈ വകുപ്പ് മന്ത്രി പുറങ്കാല് കൊണ്ട് തൊഴിക്കുകയാണോ നമ്മുടെ സഹോദരിമാരെ? എത്രത്തോളം അപലപനീയമാണ്. മുൻമന്ത്രി കൂടിയായ അനുഭവ സമ്പത്ത് ഒരുപാട് ഈ ഭരണപരമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് കൂടി ഞാൻ അങ്ങയിൽ നിന്നും പ്രതികരണം തേടുകയാണ്. താങ്ക് യു. ഈ ഒരു വിഷയം നിങ്ങളെടുത്തത് വളരെ നന്നായി. കാരണം കേരളമാകെ, ഒരുപക്ഷെ കേരളം മാത്രമല്ല, ഈ പദ്ധതി പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് AICCയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇക്കാര്യം ശ്രദ്ധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച ഒരു വാക്കാണ് അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. അത് ഒരു ഗവൺമെൻറ് വളരെ ഏറെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ പദ്ധതി ഇനി നടപ്പിലാക്കാൻ അവർക്ക് മനസ്സില്ലേ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പരാമർശം നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് മലക്കം മറിച്ചൽ എന്നാണ്. ഇതൊരു മലക്കം മറിച്ചലാണോ എന്ന് തീർച്ചയായിട്ടും കേരളത്തിലുള്ള നല്ലൊരു ശതമാനം ആളുകളും ശങ്കിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് വകുപ്പ് മന്ത്രി, ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രി ശ്രീ CP ജോണിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത, തീർത്തും അനുചിതമായ, തീർത്തും അനവസരത്തിലുള്ള ഒരു പരാമർശമാണ് എന്ന് മാത്രമല്ല, അതിൽ അധിക്ഷേപത്തിൻ്റെയും സ്ത്രീകളോടുള്ള നീരസത്തിൻ്റെയും അംശങ്ങൾ അതിലുണ്ട്. കാരണം ഈ പദ്ധതി കൊണ്ട് ആനുകൂല്യം സ്ത്രീകൾക്കങ്ങ് കിട്ടിപ്പോകുന്നു, സ്ത്രീകളെല്ലാം സൗജന്യ യാത്ര ചെയ്യുന്നു എന്ന ചിലരുടെയെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അതായത് ചിലരെങ്കിലും സ്ത്രീകൾക്കിപ്പോൾ സൗജന്യമായി യാത്ര ചെയ്യാമല്ലോ, ഞങ്ങൾക്കില്ലല്ലോ. ഇവരുണ്ടാക്കുന്ന പൈസ ഒരു മാസത്തിൽ 1000 1500 രൂപ ഇതിലൂടെ സ്ത്രീകൾക്ക് കിട്ടിയാൽ അവർ വേറെ എവിടെയും കൊണ്ടുപോകില്ല. അത് അവരുടെ കുടുംബത്തിലേക്ക് കിട്ടുന്ന അധിക ലാഭം എന്ന്, അധിക വരുമാനം എന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റൂ. ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമുക്കൊരു കാര്യം അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾ ജനപ്രതിനിധികൾക്കായിരുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മുടെയൊക്കെ അനുഭവത്തിലാണെങ്കിലും എനിക്കറിയാവുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവർ ജോലിക്ക് പോവുകയാണ്, ഭർത്താവ് സുഖമില്ലാതെ കിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. ആ 50 രൂപ ഒരു മാസമാകുമ്പോൾ 1500 രൂപയാണ്. ആ 1500 രൂപ ആ ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായി മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോജ്വല പദ്ധതി കൊണ്ടുവരുമ്പോൾ അവിടെ ഈ എല്ലാം വോട്ട് കൊടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. കോൺഗ്രസ് പാർട്ടിക്കാർ പോലും ഇടിച്ചാണ് ഈ ബസ്സുകളിലേക്ക് ശരാശരി പ്രവർത്തകരൊക്കെ, വനിതാ പ്രവർത്തകർ ഇടിച്ചു കയറുന്നത്. അപ്പോൾ അവരെ ആകെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ശരാശരി സമൂഹത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് ഈ മന്ത്രി. യാതൊരു സംശയവുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് പ്രഖ്യാപിച്ചത് AICCയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയാണല്ലോ. അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടി നെഞ്ചു വിരിച്ചാണ് പറഞ്ഞത്, ഞങ്ങൾ കേരളത്തിലൊരു പുതിയ പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും, അത് 15 വയസ്സിന് ശേഷമുള്ള എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇനി സൗജന്യ യാത്രയാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. അത് ഈ കേരളത്തിലെ സർവമാന കുടുംബത്തെയും ഒരുപോലെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞു വന്ന ഉടനെ ആദ്യത്തെ ക്യാബിനറ്റിൽ വെച്ച് തന്നെ ഈ തീരുമാനം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞത്, ഇത് ഔദാര്യമല്ല, ഇത് കേരളത്തിലെ സ്ത്രീകളുടെ അവകാശമാണ്. അത് 100% ശരിയാണ്. കാരണം ഒരു ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളുടെ വോട്ട് വാങ്ങുകയും ചെയ്തതിന് ശേഷം അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പിലാക്കുക എന്നത് ഒരു ജനാധിപത്യ പാർട്ടിയുടെയും ഗവൺമെൻറ്റെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചു. പക്ഷേ നിർവഹിച്ചു കഴിഞ്ഞ് 2 മാസം കഴിയുന്നതിന് മുൻപ് ഈ പദ്ധതിയെ സംബന്ധിച്ച് വീണ്ടും വിചാരമില്ലാതെ, തീർത്തും ഔചിത്യമില്ലാതെ ഈ പരാമർശം നടത്തുക എന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് അതിൻ്റെ പിന്നിൽ? അദ്ദേഹത്തെ ആ രൂപത്തെ ചിന്തിപ്പിച്ച, പറയാൻ പ്രേരിപ്പിച്ച
കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പം വലിയ വേവലാതിയാണോ? എന്തിനാണ് സ്ത്രീകൾ തിരക്ക് കൂട്ടുമല്ലോ? സ്ത്രീകൾ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അവർ ഏത് സ്ത്രീയാണ് തിരക്ക് കൂട്ടാത്തത്? സർക്കാർ ജീവനക്കാർ തിരക്ക് കൂട്ടൂലേ? എല്ലാവരും. അതിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് എന്ന് ടീച്ചർ ഒന്ന് മടങ്ങിയെത്താം. പറഞ്ഞു.